എല്ലാവരും സ്നേഹപൂർവ്വം വിജയം മാഷ് എന്ന് വിളിക്കും. അത് ബേസിക്കലി ഒരു സംഗീത അധ്യാപകനായിരുന്നു. പല മേഖലയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ അല്ലേ, മത്സ്യത്തൊഴിലാളി മേഖലയിൽ വന്നു, എല്ലാവിധ മേഖലയിലും എല്ലാ മേഖലയിലുള്ള ആളുകൾ നമ്മൾ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുന്നത് സംഗീതമാണ് പഠിച്ചത്. എന്റെ സ്വദേശം ശരിക്കും വയനാട് മാനന്തവാടിയാണ്. എന്നെ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയ മറ്റാരുമല്ല, എന്റെ സ്വന്തം അനിയനായിട്ടുള്ള MS. ഞാൻ ജനിച്ച പോലെ കാണുന്നു. ഏതൊരു സിനിമയിൽ ദിലീപ് പറഞ്ഞല്ലേ, അച്ഛനെ കാണാൻ തുടങ്ങിയിട്ട് 27 കൊല്ലമായിരുന്നു. ഞാൻ ജനിച്ച പോലുള്ള അച്ഛനെ ജനിച്ച പോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ചെറുപ്പം പോലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പം പോലെ സംഗീതത്തിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു അസുഖമുണ്ട്. അപ്പൊ UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ പാട്ടുകാരൻ, ഹൈസ്കൂളിൽ പഠിക്കുന്ന ഹൈസ്കൂളിലെ പാട്ടുകാരൻ, മറ്റേ സെന്റ് മേരീസ് കോളേജിലാണ് പഠിച്ചപ്പോൾ അവിടുത്തെ പാട്ടുകാരൻ. ഈ പാട്ട് ഇങ്ങനെ പഠിച്ച എനിക്ക് സംഗീതം എല്ലാവരും പറയുന്നതോട് നീ ഭയങ്കര പാട്ടാണ്, ഭയങ്കര സംഭവമാണ്, സംഗീതം കൂടെ പഠിച്ചാൽ ഭയങ്കര സംഭവമാണ്. അപ്പൊ എന്റെ മനസ്സിൽ അന്നുള്ള ഒറ്റ വേറെ എന്താണെന്ന് ഞാൻ യേശുദാസ് തമ്മിലുള്ള ഒറ്റ വ്യത്യാസം എന്താണ്? യേശുദാസ് സംഗീതം പഠിച്ചിട്ടുണ്ട്, ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. ഞാൻ സംഗീതം പഠിച്ചാലേ. അപ്പൊ അങ്ങനെ നമ്മള് സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് തൃപ്പൂണിത്തറ ഒരു മ്യൂസിക് കോളേജ്, RLB മ്യൂസിക് കോളേജ്, അത് യേശുദാസ് പഠിച്ച കോളേജാണ്. അവിടെ തന്നെ പഠിക്കാൻ. അങ്ങനെ അതിനുശേഷം വയനാട്ടിൽ നിന്ന് നമ്മൾ നേരെ തൃപ്പൂണിത്തറ RLB മ്യൂസിക് കോളേജ് ഗാനഭൂഷണത്തിൽ അഡ്മിഷൻ കിട്ടുന്നു. അതിന് 4 വർഷം ഗാനഭൂഷണം, 3 വർഷം ഗാനപ്രവീണ, അങ്ങനെ 7 വർഷം സംഗീതമൊക്കെ പഠിച്ച് വന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായിട്ടോ, അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കാത്തപ്പോൾ നമ്മൾ വലിയ ആളാണെന്ന് വിചാരിക്കും അല്ലേ. നമ്മൾ ഇതിൽ വന്നിട്ട് നമ്മൾ ഐഡിയ ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നു നമ്മൾ വലിയ സംഭവമാണ്, നമ്മൾ പൊളിക്കും, ലീഡേഴ്സ് പറയുന്നത് ചിലപ്പോൾ നമ്മൾ കേൾക്കില്ല, നമ്മൾ വലിയ കഴിവുള്ള ആളുകളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ലീഡേഴ്സ് പറയുന്നതൊന്നും കേൾക്കുന്നില്ല, നമുക്ക് നമ്മൾ കഴിവാതൊക്കെ പറഞ്ഞു വരും അല്ലേ എന്ന് പറഞ്ഞ രീതിയിലാണ് അവിടെ ചെന്നത്. പക്ഷെ സംഗീതം പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് യേശുദാസ് ആരാണ്, ഞാനാണ്. ഇത് പഠിച്ചു വരുമ്പോഴാണ് യേശുദാസ് ആരാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ നമ്മള് കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് എറണാകുളത്ത് കുറച്ച് ട്യൂഷനും ഒരുപാട് ക്ലാസ്സുകളൊക്കെ കിട്ടി, പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ക്ലാസ്സുകളൊക്കെ കിട്ടി. പിന്നെ പ്രോഗ്രാമുകളൊക്കെ ചെറിയ കിട്ടാൻ തുടങ്ങി. അപ്പൊ ഈ വയനാട്ടില് പ്രസക്തമുണ്ട്, കാട്ടുമുക്കി പോയിട്ട് സംഗീതം പഠിച്ചു പോയിട്ട് 7 കൊല്ലം പഠിച്ചിട്ട് അവിടെ യാതൊരു കാര്യമില്ല. അപ്പൊ തൃപ്പൂണിത്തറയിൽ പോകാൻ എനിക്ക് തീരെ മനസ്സുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൃപ്പൂണിത്തറ ഞാനൊരു കല്യാണം കൊണ്ടുവരും. പാട്ട് പഠിക്കുന്ന സമയത്ത്, കല്യാണം കഴിക്കുന്ന സമയത്ത് പാട്ട് പഠിപ്പിക്കൽ മാത്രമാണ് പണി. അങ്ങനെ കാലങ്ങൾ നടന്നു. പക്ഷെ 2012 എനിക്കൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞാലും സംഗീതമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു മേഖലയിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി, സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനിയിൽ കാക്കനാട് ബ്രാഞ്ചില് 2012 സെയിൽസ് മാനേജറായിട്ട് കയറി. അപ്പൊ ഇൻഷുറൻസ് കമ്പനി ജോലി, വൈകുന്നേരം പോയ പാട്ട് ക്ലാസ്സുകള്, സാറ്റർഡേ സൺഡേ പാട്ട് ക്ലാസ്സുകള്, പിന്നെ നമ്മൾ സംഗീതവും ഇൻഷുറൻസും ഒക്കെ ആയിട്ടുള്ളൊരു ഭയങ്കര തിരക്ക് പിടിച്ച ജീവിതമാണ്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ എനിക്ക് ഭയങ്കര കാശുണ്ടായിരുന്നു. അത്ര കാലത്ത് വാടകയ്ക്കാണ് താമസിക്കുന്നത്, വീടൊന്നുമില്ല.